സാധനം ആ അതെ ഷുഗർ ഗ്ലൈഡർ. ഇതിലടിയിൽ നിറയെ വെച്ചേക്കണം മൊത്തം പേപ്പറിന്റെ ഷഡ് ചെയ്യുന്നുണ്ട്. ഇത് ഇട്ടുകൊണ്ട് സാരംഗം ഇട്ടുകൊണ്ട് ഇവിടെ ഇരിക്കണം എന്നാണ് പറഞ്ഞത്. അപ്പം അടുത്തത് നമ്മളൊരു ഹോട്ടലിൻ്റെ പേരെന്താ തമാങ് ദദാരി എന്ന് പറഞ്ഞ ഹോട്ടൽ. അപ്പോൾ ഇവിടുത്തെ പ്രത്യേകത വേറെ ഒന്നുമില്ല. ഇതേ കാണുന്ന സ്റ്റാച്ചുകൾ കണ്ട ഹോട്ടലാണ്. ഹോട്ടലിൻ്റെ അകത്താണ് ഈ സ്റ്റാച്ചു. ഇതാണ് ഹോട്ടൽ. പക്ഷെ ഇത് കാണാൻ വരുമ്പോഴത്തേക്ക് എന്തെങ്കിലും വാങ്ങിച്ചു കഴിക്കുകയും ചെയ്യണം. അത് കാരണം ഇവിടെ ഏറ്റവും കുറഞ്ഞത് 28,000. ഇവിടുത്തെ 28,000 രൂപ. ഇതാണ് വ്യൂ. ഓരോ സ്റ്റാച്ചുകൾ. പിന്നെ ഇവിടെ ഒരു കുളം. പിന്നെ ഇപ്പോൾ ഞങ്ങളൊരു റെഡ് വെൽവെറ്റ് മിൽക്ക് ഷേക്കും പിന്നെ ഇവിടുത്തെ ഒരു ഡെസേർട്ടും ഓർഡർ ചെയ്തേ. അപ്പോൾ അത് കഴിച്ചിട്ട് നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് പോവാം അല്ലേ? ആ അപ്പോൾ അങ്ങനെ ഞങ്ങൾ പ്രതിമയുള്ള ഹോട്ടലുകളിലൊക്കെ പോയിട്ട് അടുത്തതായിട്ട് തിബുമന വാട്ടർഫോൾ. ഞങ്ങളുടെ ആദ്യത്തെ വാട്ടർഫോളാണ് ബാലിയിലെ. അപ്പോൾ അതിലേക്കുള്ളതാണ്. ടിക്കറ്റ് ചാർജ് അത് പക്ഷേ ആർട്ടിഫിഷ്യൽ, അത് അവർ തന്നെ ഉണ്ടാക്കിയത്. ഇത് നാച്ചുറൽ. അപ്പോൾ ഇത് ടിക്കറ്റ് റേറ്റ് ആയത് 40,000 രൂപയാണ് 2 പേർക്ക്. അപ്പോൾ ഇന്ത്യൻ മണി കാൽക്കുലേറ്റ് ചെയ്തു എത്രയാണെന്ന് എനിക്കറിയില്ല. കയറി പോണടുത്ത് വഴിയിൽ തന്നെ ഒരു ചെറിയ അമ്പലമൊക്കെ ഉണ്ട്. പഴയ അമ്പലം കേട്ടോ അല്ലേ? ഇതൊക്കെ എത്ര കൊല്ലമായിട്ട് നിൽക്കുന്ന ചെറിയ കടകളൊക്കെ ഉണ്ട് സൈഡിൽ. പാടത്തിൻ്റെ നടുക്കേ കൂടെ പോകണം. ഇത് ബാലിയുടെ വേറൊരു ഉബുദ്. അത് നമ്മളിപ്പോൾ ഇത്ര നിന്നു. നമ്മൾ ഉൾവാട്ടു നിന്നു, നമ്മൾ നൂസാപ്പിന്നീടെ നിന്നു, നൂസ ലംബോങ്കം നിന്നു. എല്ലായിടത്തും വേറെ 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 വൈബാ അല്ലേ? ഇതൊരു ഫുള്ള് പാടവും വെള്ളച്ചാട്ടമൊക്കെ ഉള്ളത്, ബാക്കി മൊത്തം കടലുള്ളത്, പിന്നെ അഡ്വഞ്ചർ ഉള്ള വേറെ സ്ഥലം. അങ്ങനെ ഓരോ അതെ ഓരോ സ്ഥലത്തും ഒരേ ഫീലാ. വെള്ളത്തിൽ ഇറങ്ങുന്നുണ്ടോ? നോക്കാൻ ചെന്നിട്ട് നല്ല വെള്ളമാണെങ്കിൽ ചാടാം. തിരക്കുണ്ട്, അത്യാവശ്യം ആൾക്കാരുണ്ട്. ഇവിടെ കപ്പളങ്ങയൊക്കെ പറിച്ച് വെക്കുന്നു. അവർ തിന്നോണ്ടിരിക്കണ വർക്ക് ചെയ്തു. പണി നടന്നുകൊണ്ടിരിക്കുക കേട്ടോ. ഇവിടുത്തെ ഒച്ചയൊക്കെ ഉണ്ടോ വെള്ളച്ചാട്ടത്തിൻ്റെ? ഇനി ഇറങ്ങണം. ഇവിടെയാണോ ട്രക്കിംഗ് ഉണ്ടെന്ന് പറഞ്ഞു? ഇത് ഇച്ചിരിയല്ലോ. ഭംഗിയല്ല ചെടിയാണ്. ഇവിടെയും കൂടുതൽ ഫോറിനേഴ്സാ അല്ലേ? അതെ ഇവിടെ വരുന്ന മിക്കവരും ഫോറിനേഴ്സ് മിക്കവരാണ് വന്ന് അവിടെയൊക്കെ ചാടി കുളിച്ചിട്ടൊക്കെ ഒന്ന് പോകും. നമ്മൾ ചേർന്നില്ലേ? അങ്ങനെ എത്തി. ഇനി നടക്കണം കേട്ടോ. കുറച്ച് വെള്ളം കുറവാണ്. ഇതിൻ്റെ അങ്ങോട്ട് പോകണമെന്ന് തോന്നുന്നു. വെള്ളം കുറവാന്ന് തോന്നുന്നു. വെള്ളത്തിന് കളറൊക്കെ ഇച്ചിരി കലങ്ങിയിരിക്കണം. അത് പിന്നെ വെള്ളച്ചാട്ടമാകുമ്പോൾ അങ്ങനെ ആയിരിക്കുമല്ലോ. പക്ഷെ നല്ല തണവില്ലേ? നല്ല ഒച്ചാതെ ഇതിൽ കൂടെ നടക്കണം. ഇത് കുലുങ്ങനുണ്ടല്ലോ. ഇത് ബാമ്പും കൊണ്ടുണ്ടാക്കിയത്. അങ്ങനെ വെള്ളച്ചാട്ടത്തിൽ തിബുമന വാട്ടർഫാളിൽ എത്തിയിരിക്കുകയാണ്. അവിടെ ആൾക്കാർ നീന്തണമൊക്കെ ഉണ്ട്. ഞാനും ഇറങ്ങിയാലോ എന്ന് ആലോചിക്കുകയാണ്.
1 piece. 2 piece. ഇപ്പോൾ നമ്മൾ ഇവിടെ കണ്ടൊരു ഫ്രൂട്ടാണ് സ്നേക്ക് ഫ്രൂട്ട് എന്ന് പറഞ്ഞ് ഞാൻ ടി വിയിൽ കണ്ടിട്ടുണ്ട്. സ്നേക്കിൻ്റെ നമ്മുടെ പാമ്പിൻ്റെ സ്കിന്ന് മാതിരി ഇരിക്കും. അപ്പോൾ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. 5000 രൂപ ഇത്. ഓക്കെ, ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കട്ടെ. ഇത് ട്രൈ ഉണ്ടോ? ലൈക്ക് ദിസ്. പാമ്പിൻ്റെ പൊള്ള പൊളിക്കണം മാതിരി കണ്ടോ, പാമ്പിൻ്റെ സ്കിന്ന് മാതിരി. സ്നേക്ക് സ്കിൻ ഫ്രൂട്ട്. കറക്റ്റ് പാമ്പിൻ്റെ പോലെ ഇല്ലേ? ഉണ്ടോ? Dragon, yeah, dragon is there in India. This is not there in India. നമ്മളൊന്ന് കഴിച്ചു നോക്കുവാണേ. വെറൈറ്റി ടേസ്റ്റ്, വെറൈറ്റി സാധനം. ഈ പൈനാപ്പിളിൻ്റെ ഒക്കെ ടേസ്റ്റ് ഉണ്ട്. കേട്ടോ അല്ല, എന്ത് ടേസ്റ്റ് അത്? പൈനാപ്പിൾ. പൈനാപ്പിൾ എന്തോ മിക്സ് ചെയ്ത പോലത്തെ ടേസ്റ്റ്. കാശ് നോക്കട്ടെ. ചക്കയുടെ ഒരു ടേസ്റ്റ് വരുന്നുണ്ട്. പൈനാപ്പിളും പൈനാപ്പിൾ പിന്നെ ചക്ക, അങ്ങനത്തെ വെറൈറ്റി ടേസ്റ്റുള്ളത്. ഇപ്പം ഞങ്ങൾ തിരുമന വാട്ടർഫോൾ കഴിഞ്ഞിട്ട് ഇനി വേറൊരു വാട്ടർഫോളിലേക്ക് വന്നേക്കുക. കാൻഡോലാകുമ്പോൾ ക്ലോസ്ഡ് ആണ്. അത് ടെമ്പററി ക്ലോസ് ആണ് വെച്ചാൽ. അത് ഇത് കഴിഞ്ഞിട്ട് അങ്ങ് പോകാനായിരുന്നു ഇരുന്നേ. പോൺ ദ വേയിൽ വേറെ ഒരു വാട്ടർഫോൾ, ടമാൻസാരി വാട്ടർഫോൾ. ഇവിടെ ഇറങ്ങി കുളിക്കാമെന്നൊക്കെ അവർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്കിവിടെ ഒന്ന് പോവാം. ഇത് അതാണ് ഇവിടെ നീന്താന്നാണ് പറഞ്ഞത്. ഇതാണ് വാട്ടർഫോൾ. ഇവിടുത്തെ എടുത്തി ചാടണത് അങ്ങോട്ട്. ഇവിടെ കുളിക്കാം. ഇവിടെ നമുക്ക് ചാടുവോ നീന്തുവോ കുളിക്കുകയോ എന്ത് വേണമെങ്കിലും ചെയ്യാം. അപ്പം നമ്മൾ ഇവിടെ നീന്തും. ഇവിടെ ഇറങ്ങുമല്ലേ ഇവിടെ ഇറങ്ങുമല്ലേ എന്ന്. വാ. പക്ഷെ അവിടെയൊക്കെ നിൽക്കണ റിസ്ക് ആട്ടോ. അവിടെയൊക്കെ അല്ല, കല്ലൊക്കെ ഫുള്ള് അഴുകിയിരിക്കുക. ചവിട്ടിയാൽ തന്നെ അത് പിന്നെ കയറാൻ പറ്റും. ഇവിടെ അവിടെ ചവിട്ടി തന്നെ തന്നെ. അവിടെ നിന്ന് വെള്ളം ചാടി, അവിടെ നിന്ന് ചാടി. ഇവിടെ മറ്റേതിൻ്റെ അത്ര ലെങ്ത് ഇല്ല. പക്ഷേ അണ്ണന്മാരൊക്കെ ഇരുന്ന് ചിരിക്കുക. ഇവിടുത്തെ കൈകളാണ് ബലി. അപ്പോൾ നമ്മൾ പോയി ചാടിയിട്ട് വരാവേ. ഞങ്ങൾ വെള്ളത്തിലൊക്കെ ഇറങ്ങി കുളിക്കുക. ചാടിക്കോ. നിലമുണ്ട്, ഇട്ട് അടിക്കും. നീ ഇങ്ങനെ ഇട്ട് അടിക്കണേ എന്തിനാ? ഇതാണ് വെള്ളച്ചാട്ടം. ഇങ്ങണ്ട് വാ, നമുക്ക് അങ്ങ് പോവാം. അവിടെ നിലമുണ്ട്. വാ, ഉറപ്പാ. ഇത് പിടി. ഞാനങ്ങ് നീന്താ. അതെടുക്കും. നടന്നു വാ.
തമൻസാരിയൊക്കെ നീന്തി അത് പോവാം. ഞങ്ങളിവിടെയൊക്കെ നീന്തി കഴിഞ്ഞു. ഇത് അവസാനമായിട്ട് കണ്ടോ എങ്ങനെയുണ്ട്. അപ്പം ഇനി നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് പോവാം. അപ്പം ഞങ്ങൾ KFC കഴിക്കാൻ വന്നേക്കോ കേട്ടോ. ഇന്തോനേഷ്യയിലെ അതായത് ബാലിയിലെ KFC നോക്കി ഒരു ബക്കറ്റ് ഓർഡർ ചെയ്താണ്. ഇതിൻ്റെ അകത്ത് തന്നെ 2 എണ്ണം ഉണ്ട്, ഒറിജിനലും പിന്നെ ക്രിസ്പി എന്ന് പറഞ്ഞ 2 മിക്സ് ഉണ്ട്. പിന്നെ ഡ്രിങ്ക് നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ട്, ചെറി ബ്ലോസം. അപ്പോൾ ഇത് നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. വല്ല വ്യത്യാസം ഉണ്ടോ, അവിടുത്തെ ടേസ്റ്റ് ആയിട്ട് എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ എന്ന് നമുക്കൊന്ന് നോക്കാവേ. സിറപ്പ് മതിയുണ്ട്. ചെറി ബ്ലോസം ആണ് അതിൻ്റെ ഒരു റോസ്. നമ്മുടെ ഈ റോസ് സിറപ്പ് ഇല്ലേ, അതിൻ്റെ ഒരു ടേസ്റ്റ് കേട്ടോ. ചിക്കൻ്റെ 2 രീതിയിലുള്ളത്. ഇത് ഏതിലും ഒറിജിനൽ, ഇത് ക്രിസ്പി. നോക്കാവേ. അതിനടുത്ത് ആദ്യം ഒറിജിനൽ ട്രൈ ചെയ്യണം. നല്ല വ്യത്യാസമുണ്ട് അല്ലേ. ഇത് ഭയങ്കര ടെൻഡറാണ് ഇവിടുത്തെ. അതുമല്ല ഭയങ്കര സോഫ്റ്റാണ്. ചിക്കൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര സോഫ്റ്റാണ്. അത് കടിക്കുമ്പോൾ തന്നെ പോരുക. സ്കിന്നൊക്കെ ചുമ്മാ ഇളകി വരണം. ഫ്രഷ് ചിക്കൻ. അധികം എണ്ണയില്ല. എണ്ണയുണ്ട്. ഇല്ലില്ല, എണ്ണ അതുപോലെ തന്നെ ഉണ്ട്. പക്ഷേ ഉണ്ടോ അങ്ങ് പോരുക. ഭയങ്കര സോഫ്റ്റാണ്. ടേസ്റ്റ് നല്ല വ്യത്യാസമാണ്. ബാലി വന്നാലും KFC ഇടയ്ക്കിടയ്ക്ക് കഴിച്ചാലൊരു ഇതിന് എത്രയാ ഒരു ബക്കറ്റിന് ഇവിടെ ചാർജ് ചെയ്യണ എത്രയാ? 1,40,000 രൂപ. 1,40,000 രൂപ. 500 അല്ല 800. അപ്പോൾ 1000 അടുത്ത് എന്താ വരുന്നു. അടുത്തത് ക്രിസ്പി ചിക്കൻ നമ്മൾ ട്രൈ ചെയ്ത് നോക്കുകയാണ്. നല്ല സോഫ്റ്റാണ്. നല്ല സോഫ്റ്റ് എന്ന് പറഞ്ഞാൽ ഉടുക്കത്തെ സോഫ്റ്റ് അല്ലേ. ഇത് തൊടുമ്പോൾ തന്നെ അത് ഉണ്ടോ അത്രയ്ക്ക് സോഫ്റ്റാണ്. ഇന്ത്യക്കാരെ എനിക്ക് ഇഷ്ടപ്പെട്ടു. ഉടുക്ക ഇഷ്ടപ്പെടോ? അടിപൊളി. ഇരിക്കാൻ തന്നെ AC ഇല്ലാത്ത സ്ഥലം, AC ഉള്ള സ്ഥലം. പക്ഷേ ഇത് കൊക്കക്കോള പറഞ്ഞാൽ മതിയായിരുന്നു. ഇതൊരു ആവറേജാണ്. അങ്ങനെ ടെഗുനുങ്കൻ വാട്ടർഫോളിൽ വണ്ടി പാർക്ക് ചെയ്തു. വാട്ടർഫോളിലല്ല, അതിൻ്റെ മുകളിൽ പാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി അങ്ങോട്ട് നമ്മൾ നടന്ന് പോകണം. നമ്മൾ നമ്മുടെ ടിക്കറ്റ് ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഇവിടുന്ന് അവർ എൻട്രി തന്നിട്ട് എത്തിക്കൊണ്ട് പോകണം. ഇതുണ്ടോ, ഒരു വെറൈറ്റി സാധനം ഇരിക്കണുണ്ടോ? ഇഷ്ടമാതിരി ഉണ്ട്. വാ, അതെന്തിനാ അതെന്തോ ഇവിടുത്തെ എന്തോ ആചാരം തോന്നുന്നു. ആചാരോ ദൈവത്തിന്റെ വല്ലതും ആണോ എനിക്കറിയില്ല. ആർക്കെങ്കിലും അറിയാമെങ്കിൽ കമന്റിൽ ഇട്ടോ. അതെ, നിങ്ങൾക്ക് ആർക്കെങ്കിലും അതെന്തിനാ എല്ലായിടത്തും വിൽക്കാൻ വച്ചേക്കണത്? ഇവിടെ ഉണ്ട്, എല്ലായിടത്തും ഉണ്ട്. കണ്ടു പോരെ, അതൊക്കെ എടുത്തു. ചേച്ചി നോക്കിയത് മറ്റേ ഊതണ സാധനം. ഇവിടെ തന്നെ പൂളിലൊക്കെ ഇരിക്കാൻ പറ്റിയ ബാറും ഉണ്ട് ഇവിടെ. എന്തെങ്കിലും വാങ്ങിച്ചാൽ അവിടെ പോയി ഇരിക്കാം. ചേച്ചി ഉണ്ടോ കുട്ടയുടെ അകത്തിരുന്ന് ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുക. ഇറങ്ങാൻ എളുപ്പല്ലേ? ഇറങ്ങാൻ എളുപ്പാ, കയറാനാ പാട്. ഞാൻ ചട്ടിക്കും കുടത്തിൻ്റെ അകത്തൊന്നും ഇരിക്കുമല്ലോ. പിന്നെ കോമഡിയോ അതാണ് വേണ്ടെന്ന് പറഞ്ഞു. തിരിച്ച് കയറുമ്പോഴത്തേക്കും പൂപ്പാട് തീരും. എന്തോരം സ്റ്റെപ്പുകൾ. എണ്ണിക്കോ, ഞാൻ മേളിൽ കാണാം. നീ ഇറങ്ങണല്ലോ, എൻ്റെ തലവേദന എടുക്കണം എനിക്ക്. തണുത്ത വെള്ളം അവിടെ
അവിടെ ഇറങ്ങി കഴിഞ്ഞപ്പോഴത്തേക്കും ഭയങ്കര തണവായിരുന്നു വെള്ളത്തിൽ. അത് കാരണം തലവേദന എടുക്കും. ഇവിടെ ഇറങ്ങുമെന്ന് ഡൗട്ടാ. ആ മേളിലും കയറിപ്പോയി ഇരിക്കുക. അതായത് എനിക്ക് തോന്നണേ ഇതിൻ്റെ മേളിൽ കയറണേ. ആ ഇതേ അതിൻ്റെ മേളിൽ കയറി മേളിൽ പോയി നിൽക്കാം. ഇവിടെ ഗൈഡുണ്ട്. ഞാൻ കുറേ നാൾക്ക് ശേഷം, അതായത് കുറേ സ്ഥലത്ത് പോയിട്ടാണ് ഇവിടെ ഒരു ഗൈഡിനെ കാണുന്നില്ല. അതെ അവിടെ ഇരിക്കണം നമ്മളെ ഗൈഡാവാൻ. ആ വീടിനകത്ത് ഇരിക്കണം ഗൈഡാണ്. ഇത് ഇച്ചിരി കൂടെ വലിയ, പക്ഷെ അതിരപ്പള്ളിയൊക്കെ ഇതിനേക്കാളും നല്ല വലുതാണ് അല്ലേ. അപ്പോൾ നമ്മളിത് തെഗനങ്കൻ വാട്ടർഫോളിൻ്റെ കറക്റ്റ് ഓപ്പോസിറ്റ് ഒന്ന് നിന്നേക്കും കേട്ടോ. ഉണ്ടോ? ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കണേ. ഇനിയൊക്കെ നോക്കി മേളിലും കയറാൻ വേണമെങ്കിൽ, പക്ഷെ കയറണമെന്ന് ആലോചിക്കുക. ഞാൻ ഇച്ചിരി ടയേർഡായി. മേളിൽ കയറി അവിടെ നിന്നാണെങ്കിൽ ഫോട്ടോ ഒക്കെ എടുത്തിട്ട് വരാം. ഇതുണ്ട് ഇപ്പം ഞങ്ങൾ അവിടെ മേളിലൊക്കെ ആൾക്കാരുണ്ട്. ഇതിൽ കയറിപ്പോവാം. അപ്പം ഞങ്ങളും കയറിപ്പോകാമെന്ന് ചോദിച്ചു വന്നപ്പോൾ ഇവരിവിടെ എത്തിയപ്പോൾ പറയുക ഇവിടെ ടിക്കറ്റ് എടുക്കണം. ഇപ്പം നമ്മൾ ടിക്കറ്റ് എടുത്തേക്കണത് ഇവിടെ നിന്നുള്ള വ്യൂവിനായിട്ട്, ഈ വ്യൂ ആയിട്ടാണ്, മിഡിൽ വ്യൂ. ഇനി മേളിൽ കയറി കാണണമെങ്കിൽ അതിന് ടോപ്പ് വ്യൂ, അതിന് വേറെ ക്യാഷ് കൊടുക്കണം. അപ്പം ഞങ്ങൾ കയറണില്ലെന്നങ്ങ് വിചാരിച്ചു അല്ലേ. അടുത്ത് നമ്മൾ എത്തിയിരിക്കുന്നത് ഖെമന്നു ബട്ടർഫ്ലൈ പാർക്ക് എന്ന് പറഞ്ഞൊരു പാർക്കിലാട്ടോ. അപ്പോൾ ഇവിടെ കുറച്ച് പൂമ്പാറ്റകളൊക്കെ കാണാം. ഇനി നമുക്ക് പൂമ്പാറ്റാസ്. അപ്പോൾ ഇതാണ് നമ്മുടെ ടിക്കറ്റ്, ബട്ടർഫ്ലൈ പാർക്കിലേക്ക് പോകാനുള്ള എൻട്രൻസ് ടിക്കറ്റ്. ഇതിന് ഒരെണ്ണത്തിന് 1,00,000 രൂപയാണ്. ഒരാൾക്ക് 1,00,000 രൂപ വരും. എന്തൊക്കെ ഓഫുണ്ട്. അപ്പോൾ ഇതാണ് ബട്ടർഫ്ലൈ. ഇതിൻ്റെ അകത്ത് ബട്ടർഫ്ലൈ കണ്ടില്ല ഞാൻ അവന്മാരെല്ലാവർക്കും പൂക്കളാണ് മൊത്തം. അപ്പോൾ പൂക്കളുള്ളിടത്താണല്ലോ ബട്ടർഫ്ലൈ ഉള്ളത് അല്ലേ. ഇരട്ടിയോ? ഗ്ലാസ് ബ്രിഡ്ജിന് ഇതിൻ്റെ ഇരട്ടി. ബട്ടർഫ്ലൈ അകത്തേക്ക് പോകണമായിരിക്കും. ഡു നോട്ട് ടച്ച്. പൂക്കളാണ് മൊത്തം. വെറൈറ്റി ഓർക്കിഡുകളൊക്കെ ഉണ്ട് കേട്ടോ. നോക്കി ഓർക്കിഡ് നോക്കി. ഇത് നമ്മുടെ നാട്ടിൽ ഇതുപോലെ വളരില്ലേ ഉണ്ടോ? ആ അതിൻ്റെ അകത്ത് ബട്ടർഫ്ലൈ എന്ന് എനിക്ക് തോന്നാം. ഇതൊരു കോഴീനെയൊക്കെ കൂട്ടിനകത്ത് കൊണ്ട് ഇവിടെ പറഞ്ഞ പോലെ ഇവിടെ ഉള്ളവർക്ക് ഈ പോരു കോഴികളുടെ ഇതുണ്ട്. നമ്മളെ ഗ്രാമത്തിൽ പോയപ്പോൾ കണ്ടതാ പീസ്. അവിടെ ഇരുന്നോ, തവളയുടെ കൂടെ ഇരുന്ന്. ചെല്ലേ ഒരു ഫോട്ടോ എടുക്കാം. ചെല്ലേ ഫോട്ടോ എടുക്കാം. ബട്ടർഫ്ലൈ പാർക്ക് അങ്ങോട്ട്. ഇതേ ബട്ടർഫ്ലൈയുടെ ഒരു വലിയ സ്റ്റാച്ചു ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നല്ല ക്ലീൻ, നല്ല ഭംഗിയൊക്കെ ഉണ്ട്. ഒരു വൈബാ അല്ലേ. നല്ല വൃത്തി, നല്ല പച്ചപ്പ്. ഞങ്ങളത് ഇതിനകത്ത് പക്ഷിയൊന്നും ഇല്ലല്ലോ, കൂട് മാത്രമല്ലോ. ഷുഗർ ഗ്ലൈഡർ. അതെ ഷുഗർ ഗ്ലൈഡർ. ഇതാണ് ഷുഗർ ഗ്ലൈഡർ. ഇത് സൈറക്കടയിലുണ്ടായിരുന്നു. ഇതാണ് നമ്മൾ ഷുഗർ ഗ്ലൈഡർ. ഇത് അവിടെ ഉണ്ടോ എന്തൊക്കെയോ ഒരു വെറൈറ്റി ആണ്. ഇതന്നെ ഇങ്ങനെ ഇരിക്കണം. ഇതിന് പാടില്ലേ? ആൾക്കാരെ കാണിക്കാനായിട്ട്. ഇതിൻ്റെ ഇങ്ങനെ നടക്കണയാണ്. മടുത്തെന്ന് തോന്നുന്നു അല്ലേ. ഞാനും ചോദിച്ചത് ഇതിന് അങ്ങനെ ഇരിക്കണം എന്നാണ്. അപ്പോൾ ഇത് ഇഗ്വാന, ഒരു ഓറഞ്ച് ഇഗ്വാന പിടിച്ച് കിടക്കണം. കണ്ടോ? അതല്ലേ ഞാൻ പറഞ്ഞു അവിടുത്തെ മുള്ളിക്കൊണ്ടിരിക്കണം. ബേബി ഇഗ്വാനെ കണ്ടിട്ടുണ്ടോ? സൂപ്പർ റെഡ് ഇഗ്വാന. നല്ല കളറുണ്ട് ഇഗ്വാന. പാരക്വീറ്റ് ബേർഡ്. ഇതിപ്പോൾ നമ്മുടെ ലവ് ബേർഡ്സ് എന്നൊക്കെ പറഞ്ഞ നാട്ടിൽ ശരിക്കും ബഡ്ജറി ഗാർഡ്സ് എന്നൊക്കെ പറയാം. അതെ. അപ്പോൾ ഞങ്ങൾ ബട്ടർഫ്ലൈയിലേക്ക് ഉണ്ട് കേട്ടോ. അത് ഇഷ്ടംമാതിരി ഉണ്ട്. ഇതെങ്ങനെ ഇതിനകത്ത് ഇവർ കൊണ്ടുപോയി ഇങ്ങനെ ആക്കി വെച്ചേ? ഇരിക്കുന്നു ഫുള്ള് ചിത്രശലഭങ്ങൾ. ഫുള്ള് കാണാൻ വീഡിയോസ് കാണാൻ പറ്റുന്നുണ്ടെന്നറിയില്ല. പോണം പക്ഷെ എല്ലാം പക്ഷെ എല്ലാം ഈ മേളിൽ ഒട്ടിപ്പിടിച്ചിരിക്കും.
ദേ പോണ്, ദേ ഒരു നീല, ദേ ദേ ഇരിക്കണം. കണ്ടോ ഇങ്ങനെ കുറെ വെറൈറ്റി ചിത്രശലഭങ്ങൾ ഇരിക്കുന്നു. ആ അല്ലേ, ഇപ്പോഴേ ഇതെ തെച്ചിപ്പൂവില്ല, ഇത് പുള്ളിപ്പൂല് പോലെ ഇരിക്കണ ഒരു എണ്ണം കണ്ടോ, കണ്ടോ വെറൈറ്റി സാധനം. ഇതേ പോണ. ഓ നല്ല ഭംഗിയുണ്ടല്ലേ. ഓ ആ ഇരുന്നു, ജസ്റ്റ് ഇരുന്നു, ജസ്റ്റ് ഒന്നിരുന്നു. ഇത് വേറെ ഓർമ്മ, ഓറഞ്ച് കളർ. ഇത് കണ്ടോ, ഇത് എന്താ സംഭവം എന്ന് അറിഞ്ഞു മനസ്സിലായി. എന്താണത്? കുക്കൂണ്. അപ്പൊ ഇതിൽ നിന്നാണ് ചിത്രശലഭങ്ങൾ ഉണ്ടായി അങ്ങോട്ട് അവർ വരുന്നത്. ഇത് അതിൻ്റെ അകത്തൊരു അമ്മട്ടുണ്ട്, അങ്ങ് നോക്ക്, ഒരു വലിയ തിരിക്കണുണ്ടോ? ആ അതെ, ഇതിൻ്റെ അകത്തുണ്ട് കണ്ടോ. ഇതൊക്കെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്, ഇത്രയും വലിയതൊക്കെ അല്ലേ. അതൊരു എക്സ്പീരിയൻസ് ആണ്, ഞാനിതൊന്നും കണ്ടിട്ടില്ല. ഓ ഇതേ ഇതിലടിയിൽ നിറയെ വെച്ചേക്കണം, മൊത്തം കുക്കൂൺസാ. ഇതിൽ നിന്നാണ് ചിത്രശലഭം മൊത്തം അവര് അങ്ങ് ആക്കണത് കണ്ടോ. ആ പല കളറില് എനിക്ക് അത് ഒരെണ്ണമായ ഇറങ്ങി വന്നതാ. എന്നിട്ട് ഇവിടുന്ന് ഉള്ളത് അവരെ അവിടെ കൊണ്ടുവിടും. ഇതിൽ നിന്ന് ഉണ്ടായതാണ്. അത് ഓരോ സ്റ്റേജ് ആട്ടോ. ഇതൊരു സ്റ്റേജ്, അതൊരു സ്റ്റേജ്, ഇതൊരു സ്റ്റേജ്, പിന്നെ ഇതൊരു സ്റ്റേജ്. ഇത് പക്ഷെ നല്ല ഗോൾഡൊക്കെ കളറുമാണ് ഇതിൻ്റെ. അത് അവൻ ഇവിടെ ഉണ്ടായ കുഞ്ഞുങ്ങളല്ലേ അതിൻ്റെ. പുള്ളി ബട്ടർഫ്ലൈ ഉണ്ടാക്കി ചോദിക്ക്, ബട്ടർഫ്ലൈ ഉണ്ടായ കൊച്ചിൻ്റെ കഴുത്തേൽ വെച്ച് കൊടുത്തത് കണ്ടോ. അത് അവിടെയുള്ളൊരു ചേട്ടൻ ഇവളുടെ കയ്യിൽ വെച്ച് കൊടുത്താട്ടോ ബേബി ബട്ടർഫ്ലൈ. അതായത് ഇതിപ്പോ ഇതിന്ന് ഇറങ്ങിയുള്ളൂ. അപ്പൊ പറക്കണമെങ്കിൽ 3 മണിക്കൂർ എടുക്കും. അപ്പൊ ആ ചേട്ടൻ കൈ വെച്ചത്. അതിന്റെ കളർ നോക്കി എൻ്റെ മോനെ, ഒരു രക്ഷയില്ല കേട്ടോ. അതായത് ഇവിടെ നോക്കുമ്പോ ഗ്രീൻ, പിന്നെ ഇവിടെ നോക്കുമ്പോ ബ്ലൂ കളർ, അങ്ങനത്തെ ഒരു ഗ്രീൻ തോന്നണില്ല. ഇവിടെ നോക്കുമ്പോഴത്തേക്കും ഇച്ചിരി ബ്ലൂ കളർ. അപ്പോൾ ഇതൊക്കെ അതായത് ഇതിപ്പോൾ ഞങ്ങൾ ഇവിടുത്തെ ഒരു സൈഡ് മൊത്തം കണ്ടു കഴിഞ്ഞിട്ടോ. അപ്പോൾ ഞാൻ തുടക്കത്തിൽ ജസ്റ്റ് ബട്ടർഫ്ലൈസ് കണ്ടുള്ളൂ. പക്ഷെ അത് ഇങ്ങ് വന്നപ്പോൾ കൊക്കൂൺ ഇഷ്ടം പോലെ ഇതിൻ്റെ അകത്ത് കൊക്കൂൺ റൂമാണ്. അതിൻ്റെ അകത്ത് ഈ ചിത്രശലഭങ്ങൾ എങ്ങനെ ഉണ്ടാവണത്, അതൊക്കെ ഒരു എക്സ്പീരിയൻസ് ആയിരുന്നുണ്ട്. അതൊന്നും ഞാൻ കണ്ടിട്ടില്ല. കാരണം എന്നിട്ട് അത് ജനിച്ച് വീഴണ ബട്ടർഫ്ലൈ നമ്മുടെ എവിടെയുണ്ട്. അവന്മാരെ അവരൊന്നിനെ പിടിക്കാനായിട്ട് ചാടി എന്നിട്ട് ആ ചേട്ടന്മാര് കയ്യിൽ വെച്ച് കൊടുക്കും. പക്ഷെ നല്ല രസമുണ്ട് കേട്ടോ. കയ്യിലൊക്കെ ജനിച്ച് വീണ ബട്ടർഫ്ലൈ ഒക്കെ കൈ കിട്ടണ ആദ്യമായിട്ടാ. 2-3 ദിവസമായിട്ട് ദേഹാനങ്ങനെയുള്ള പരിപാടികളായിരുന്നുകൊണ്ട് ഞങ്ങൾ ഇന്ന് വൈകിട്ടത്തേക്കൊരു എക്സോട്ടിക് ബാലിനീസ് കപ്പിൾ മസാജ് ബുക്ക് ചെയ്തിരിക്കുകയാണ്. അതിന് എക്സൈറ്റഡ് ആയിട്ട് ഒരാൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ദേഹം മൊത്തം ഇളകിയ ഇടപാട് തീർന്നിരിക്കുക. അപ്പം ഇന്ന് ബാലിയിൽ വന്നിട്ട് ബാലിനീസ് മസാജ് ചെയ്തില്ല എന്ന് വേണ്ട. അപ്പോൾ ഇച്ചിരി നല്ല സ്ഥലത്താണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഒരു ഗൂഗിളൊക്കെ ചെയ്ത് കിട്ടിയ സാധനമാണ്. അവിടെ ഇപ്പം പോകാൻ പോവുകയാണ്. ഓക്കെ, ബൈ. ഇതിൻ്റെ അകത്തേക്കാണ് നമുക്ക് പോകേണ്ടത്. നല്ല സ്ഥലമാട്ടോ. ഇന്നലെ ഞങ്ങൾ ബുക്ക് ചെയ്യാൻ വന്നായിരുന്നു. അപ്പോൾ നല്ല രസമുണ്ട്, നല്ല മണം, നല്ല പൂക്കളുടെ മണം. ഇവൻ പെമ്പിള്ളാരെ കണ്ടിട്ടാ പറയാം. നല്ല ചേച്ചിമാർ. കണ്ടോ, ഇതാണ് നമ്മുടെ എൻട്രി. ഇവിടെ ഒരു ചെറിയ കാഫേ മാതിരിയുള്ള സെറ്റപ്പ്. അവിടെയാണ് സ്പായുടെ എൻട്രൻസ്. പിന്നെ ഇവിടെ ജസ്റ്റ് ഡ്രസ്സൊക്കെ വാങ്ങാനായിട്ടുള്ള സംഭവം. നല്ല മണമായിട്ട് ഇവിടെ ഇരിക്കുമ്പോൾ അല്ലേ. എന്തൊക്കെ ഇഞ്ചി, ചന്ദനം, എന്തോ പൂക്കള്, നാരങ്ങ.
അത്യാവശ്യം നല്ല റേറ്റിംഗ് ഉള്ള സ്ഥലം. ഇവിടുത്തെ നല്ല റേറ്റിംഗ് ഉണ്ട്. അതുപോലെ നല്ല രസമാട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് ജീവിതത്തിൽ ഒരു ഫുൾ ബോഡി മസാജ് ചെയ്യാൻ പോകുന്നത്. ആണോ? ആദ്യമായിട്ടാണോ? അങ്ങനെയല്ല, സ്പായിലൊക്കെ വന്ന്. ഞാനും ആദ്യമായിട്ടാണ്. പിന്നെ ബാലി തന്നെ ആദ്യമായിട്ട് വരുമ്പോൾ ബാലൻസ് മസാജ് ആദ്യമായിരിക്കുമല്ലോ. എൻ്റെ ആയിട്ട് ആ ഷർട്ട് കൊള്ളാമല്ലോ. ഇവിടെ ആ ചേച്ചി ഇവിടെ കൊണ്ട് ഈ സാധനം വെച്ചിട്ട് പോയി. ഞങ്ങളുടെ ഫ്രണ്ടില് വെള്ളം ഉണ്ട്, അത് കുടിക്കാനാണെന്ന് മനസ്സിലായി. ഇവിടെ മറ്റേ സാധനം എന്താണെന്ന് മനസ്സിലായി. ഇത് കുടിക്കാനുള്ളതാണോ ഇത് എന്ത് ചെയ്യാനാണെന്ന് അറിയില്ല. അവര് ഞങ്ങളാണ് ഇത് കണ്ടിട്ട് ഇത് എന്ത് ചെയ്യണമെന്ന് പറഞ്ഞോണ്ടിരിക്കുക. അപ്പം അങ്ങനെ ഞങ്ങൾ അതിൻ്റെ അകത്തേക്ക് പോവുകയാണ്. ഇതാണ് എനിക്ക് ചെയ്യാൻ പോണ ആ ചേർന്ന് പോകും. റെസ്റ്റ് റൂം യൂസ് ചെയ്യണ്ടേ? അതെവിടെയാ? ഇതല്ല, ചോദിച്ചു നോക്കി. ഇവിടെയാണ് ഞങ്ങളുടെ ഇതെന്ന് തോന്നുന്നു സ്പാ ചെയ്യണ സ്ഥലം. രണ്ടുപേർക്കും കൂടി ഇതിൻ്റെ അകത്ത് ഇവിടെയാണ് നമ്മൾ ചെയ്യണം. ഐ ക്യാൻ ടേക്ക് വീഡിയോ റൈറ്റ്? ഓക്കെ. Can keep this underwear on. Okay. In the sarung, put away cover your body. Hanging there, everything your clothes. Okay. When you're ready, open the doors. Okay. Thank sure. you. Thank you. അപ്പോൾ പുള്ളിക്കാരി പറഞ്ഞത് ഈ സാധനമൊക്കെ ഇട്ടുകൊണ്ട് നമ്മുടെ ഡ്രസ്സുകളെല്ലാം അവിടെ തൂക്കിയിട്ടിട്ട് റെഡി ആയിട്ടിരുന്നോളാനാണ്. അപ്പോൾ അങ്ങനെയാണ് ഞാൻ ഇന്ന് റെഡി ആയിട്ട് വരാവേ. പേപ്പറിന്റെ ഷർട്ട് ചെയ്യുന്നുണ്ട്. ഇത് ഇട്ടുകൊണ്ട് സാരംഗും ഇട്ടുകൊണ്ട് ഇവിടെ ഇരിക്കണമെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഞാൻ ഇതൊക്കെ ഇട്ടിട്ടെ ഇതൊന്നും കാണിക്കില്ല ഇട്ടിരുന്ന ശരി. അപ്പോൾ ചേച്ചിമാര് നിങ്ങളുടെ കാലൊക്കെ ആകുന്നു കഴുകിട്ട് നിൽക്കുക. എന്താ ഉപ്പ ഇഡ്ലി പോകുന്നു. എന്തോരു സാധനം വെച്ച് കറി എഴുതുന്നുണ്ട്. എൻ്റെ പൊന്നു മക്കളെ, മസാജ് കഴിഞ്ഞു. ഇപ്പോൾ അതേ ഒരു ജിഞ്ചർ ടീ അവർ ജിഞ്ചർ ടീ കുടിക്കാൻ വിട്ടേക്കോ ഞങ്ങളെ. ഞാൻ ഉദ്ദേശിച്ച സാധനേ അല്ല. കിളി എൻ്റെ ശരീരത്തിൻ്റെ ഓരോ വേരുകൾ പറിച്ചെടുത്തു. അവർ എങ്ങനെയുണ്ടായിരുന്നു? ഈ തായ്ലാൻഡ് മസാജ് എന്നൊക്കെ ആൾക്കാരിങ്ങനെ പറയില്ല, മസാജ്. ഞാൻ വിചാരിച്ചു ഇങ്ങനെ കടന്ന ഇത് പിഴിഞ്ഞെടുത്തു മനുഷ്യനെ. പക്ഷേ അതൊക്കെ കഴിഞ്ഞ അപ്പോൾ ഒരു എന്തോ കുറച്ച് വേദന, പിന്നെ ഒരു സുഖം. ഈ മസിലൊക്കെ അങ്ങ് പിഴിഞ്ഞെടുത്തു. അതിന് കുളിച്ച് കഴിഞ്ഞ് അങ്ങ് എണീറ്റപ്പോഴത്തേക്ക് എൻ്റെ പൊന്നോ അപ്പോൾ ഒരു സുഖമുണ്ട് അല്ലേ? നല്ല രീതിയിലുള്ള മസാജായിരുന്നു. നല്ല പ്രഷർ ഉണ്ടായിരുന്നു. മറ്റേ ഓയിലൊക്കെ തേച്ച് നല്ല ചൂടൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾ ഇങ്ങനത്തെ ഹണിമൂൺ പാക്കേജ് അങ്ങനെയൊന്നുമല്ല, ജസ്റ്റ് ബാലൻസ് മസാജാണ് ഓപ്റ്റ് ചെയ്തത്. ആൻഡ് ഭയങ്കര നല്ല. രണ്ട് ചേച്ചിമാർ ഞങ്ങളുടെ മണ്ടക്കൊക്കെ കയറിയിരുന്ന എന്തൊക്കെയോ ഞാൻ വിചാരിച്ച് എല്ലാം ഓടിച്ചെടുക്കുന്നു. പക്ഷെ അത് കഴിഞ്ഞപ്പോൾ അടിപൊളി. ഉണക്കക്കുള്ളി മാതിരിക്കുന്ന ചേച്ചിമാരാ, പക്ഷേ കൈയൊക്കെ ഉരുക്ക് മാതിരിയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര ഉള്ളൂ കേട്ടോ. ഇന്ന് ഞങ്ങൾ ഇനി പോയി പീസ് ഔട്ട് ചെയ്യട്ടെ. അത് നോക്കാം, ടെമ്പിളിൽ പോകാണെങ്കിൽ കാണിക്കാം. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ബൈ ബൈ പറയൂ.